ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയെ പറ്റിയാണ്. പ്രമേഹ രോഗികൾ വരുന്ന സങ്കീർണത അഥവാ കോംപ്ലിക്കേഷനാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. പ്രമേഹം ബാധിച്ചിട്ടുള്ള 50% ആളുകൾക്കും ഈ ഡയബറ്റിക് ന്യൂറോപ്പതി വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രമേഹം അനിയന്ത്രിതമായി കൂടിയിരിക്കുന്ന ആളുകളിലും അതുപോലെ ഒരുപാട് കാലപ്പഴക്കം ചെന്ന പ്രമേഹം, അതായത് 10 വർഷത്തിന് മുകളിലൊക്കെ പ്രമേഹം ബാധിച്ചവർക്കും ഈ ഡയബറ്റിക് ന്യൂറോപ്പതി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ, അതായത് ചെറിയ ഞരമ്പുകൾക്ക് വരുന്ന നാഡി തകരാറ്. അതുപോലെ മാക്രോവാസ്കുലർ, അതായത് വലിയ രക്തക്കുഴലിൽ വരുന്ന നെർവ് ഡാമേജ്. നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്നത് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണ്. അതായത് ചെറിയ ഞരമ്പുകൾക്ക് വരുന്ന നാഡി തകരാറ് അഥവാ നെർവ് ഡാമേജ് ആണ് സംഭവിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ വരുന്നത് കാലിലും അതുപോലെ കയ്യിലും വരുന്ന തരിപ്പ്, അതുപോലെ പുകച്ചിൽ, പിന്നെ തൊട്ടാൽ അറിയായിക, ബലക്കുറവ് എന്നിവയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ വരുന്നത്. ഗ്ലൗ ആൻഡ് സ്റ്റോക്കിംഗ് സൈൻസ് എന്നാണ് ഇത് പറയുന്നത്. കാരണം അത് പെരിഫറൽ ആയിട്ടുള്ള, അത് കയ്യിലും കാലിലും, അത് ഗ്ലൗസ് ഇടുന്ന ഭാഗത്തും അതുപോലെ നമ്മൾ സോക്സ് ഇടുന്ന ഭാഗത്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാൽപാദങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് ക്രമേണ മുകളിലോട്ട് വ്യാപിക്കുകയാണ് പൊതുവെ പതിവ്. തുടക്കത്തിൽ ചെറിയ തരിപ്പും അതുപോലെ പുകച്ചില്ലാണ് ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും കാലക്രമേണ നമ്മൾ ഈ ലക്ഷണങ്ങൾ വർദ്ധിച്ചിട്ട് കാലിൽ തൊട്ടാൽ അറിയായിക, അതായത് കാലിന്റെ സെൻസേഷൻ തീരെ കുറവുള്ള അവസ്ഥ വരികയും നമ്മുടെ ചെരുപ്പ് അറിയാതെ ഊരിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരെ നമുക്ക് ഉണ്ടാവാം. കാലിൽ സെൻസേഷൻ കുറവുള്ളതുകൊണ്ട് തന്നെ കാലിൽ ചെറിയ ചെറിയ മുറിവുണ്ടായാൽ നമ്മൾ അറിയാത്ത ആ ഒരു അവസ്ഥ വരാം. ആ മുറിവ് ഇൻഫെക്ഷൻ ആയിട്ട് കാലിലെ ആംപ്യൂട്ടേഷൻ അഥവാ ചിലപ്പോൾ മുറിച്ചു കളയേണ്ട ഒരു സ്ഥിതിവിശേഷം വരെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി വരാതിരിക്കാനും അതുപോലെ കൺട്രോൾ ചെയ്യാനും ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ടത് നമ്മുടെ ഷുഗർ ലെവൽ നല്ല കൺട്രോൾ ചെയ്ത് പോകാന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഈ ലക്ഷണങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ, അതായത് മരവിപ്പും അതുപോലെ പുകച്ചിലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ലക്ഷണങ്ങൾ അവഗണിക്കാതെ ഒരു ഡോക്ടറെ പോയി കണ്ട് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ നമ്മൾ ഈ രോഗം പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ സഹായിക്കും. ഈ ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ള പേഷ്യൻസിന് ഫുഡ് കെയർ, അതായത് പാദ സംരക്ഷണം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തിൽ കാല് കഴുകി തുടച്ചു വെക്കുന്നതും അതുപോലെ കാലിൽ മുറിവ് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. കാലിലെ പ്രഷർ കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഡയബറ്റിക് ചപ്പൽ ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ആയുർവേദ ചികിത്സയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.